Hi friends, my hearty welcome to you all. All of you please bless my daughter, my pretty Jewel. Happy birthday to you. Happy birthday to you. Happy birthday, dear Jewel. That's the time for the dinner. Please enjoy. അങ്കിൾ എന്നെ കേക്ക് കിട്ടിയാൻ വരാഞ്ഞേ? കേക്ക് കിട്ടിയത് ആഘോഷിക്കാൻ പറ്റിയ സമയം. ഒരു വരുത്തം വന്ന് മാനം കപ്പൽ കയറ്റിയ ദിവസാ. നമ്മുടെ സെറ്റിൽ കയറി ഒന്ന് ഷൈൻ ചെയ്ത് പോയിട്ടുണ്ടേ, അവനെ ഒന്ന് പൂട്ടണമല്ലോ അച്ചായ. ആ അവനെ പൂട്ടാനുള്ള പൂട്ട് ദാ വരുന്നുണ്ട്. I'm in a birthday party. I'll get back to you tomorrow. Okay. തനിക്കിന്ന് കിട്ടിയ പണി നാട്ടിൽ മൊത്തം പാട്ടാണല്ലോ. എങ്ങനെ പാട്ടാവാതിരിക്കും? ഇതിപ്പോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വന്നിട്ടുണ്ടാവും. ഡയറക്ടർ ആക്ഷൻ പറഞ്ഞ സമയത്തല്ല അവൻ കയറി ഒന്ന് കൊളാക്കിയത്. അതും ഒടുക്കത്തെ സിനിമ ഡയലോഗും. അത് ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ ഹിറ്റ് ആയെന്നെ. ഞാനൊന്നും മിണ്ടാതിരിടോ. ഇനി എന്താ പ്ലാൻ? അവനെ പൂട്ടണം സാറേ. പ്രതാപവർമ്മയുടെ സെറ്റിൽ കയറി വന്ന് തലവഴിത്തരം കാണിച്ച തിരിച്ചു കിട്ടുന്ന പണിയുടെ സുഖം എന്താണെന്ന് അവനും അറിയണം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇമേജാ ആ പന്ന വന്ന് നശിപ്പിച്ചിട്ട് പോയത്. എന്തൊക്കെയായിരുന്നു പ്രതാപവർമ്മ. എടോ, കഴിഞ്ഞ 3 വർഷമായിട്ട് ഫേസ്ബുക്കിൽ മാത്രമല്ലേ തന്റെ പടത്തിന് കളക്ഷൻ ഉള്ളൂ. എന്നിട്ട് അയാളുടെ ഒരു ഇമേജ്. മിണ്ടിയ തന്നെ ചേർത്ത് കൊളുത്ത് ഞാൻ. സർ ഐസക്, നാളെ ഒരുത്തനും ഒന്ന് പൊക്കണം. ഒരു ബോസ്. ഡീറ്റെയിൽസ് എൻ്റെ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തോ? ഓക്കെ സാർ, ഐ വിൽ ഡു ഇറ്റ്. എന്താണ് സാർ ചാർജ് ചെയ്യേണ്ടത്? ചാർജ് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ സാർ. സാറേ, എന്താ പൂട്ട്? മണി ലോണ്ടറിംഗ് ആക്ട് വയലേഷൻ. എന്താ? താൻ എവിടത്തെ പ്രൊഡ്യൂസറാടോ? എടോ, ഓപ്പറേഷൻ കുബേര. യെസ്, ഇവന്റെ കാര്യത്തിൽ ഓപ്പറേഷൻ ഷൈലോക്ക്. ഇവനാണ് ആള്. ബോസ് എന്നും ഷൈലോക്ക് എന്നും ആളുകൾ ഇവനെ കുറിച്ച് പറയുമെങ്കിലും ഇവന്റെ യഥാർത്ഥ ഊരോ പേരോ ആർക്കും അറിയില്ല. 2016 മുതൽ മലയാള സിനിമയുടെ അപ്രഖ്യാപിത ദൈവമാണിവൻ. ഷൈലോക്കോ? അതെന്താ സാറേ? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ പലിശക്കാരൻ. ഷേക്സ്പിയറിന്റെ രചനയാണ്, അതുകൊണ്ട് സിനിമാക്കാർ അവനിട്ട പേരാണ് ഷൈലോക്ക്. പൈസ ഇല്ലാതെ ഷൂട്ട് ഉണങ്ങി കിടക്കുന്ന സിനിമാ പ്രൊഡ്യൂസർമാരുടെ കൺകണ്ട ദൈവം. ഇത് ബാലകൃഷ്ണ പണിക്കർ, മലയാളത്തിലെ ഒരു പഴയ പ്രൊഡ്യൂസറാണ്. ഇയാളുടെ ലാസ്റ്റ് സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ കാശ് നൽകിയാണ് ബോസ് കളി തുടങ്ങുന്നത്. അവസാനം കൊടുത്ത കാശ് തിരിച്ചു നൽകാൻ കഴിയാതെ വന്നപ്പോൾ ബോസ് അവനെ പിടിച്ച് മാനേജരും ആക്കി. ഇത് ഗണപതി, ബാലകൃഷ്ണ പണിക്കരുടെ ഡ്രൈവറായിരുന്നു ഇവൻ. പണിക്കർ ബോസിന്റെ കൂടെ കൂടിയ ശേഷം ഇവൻ ബോസിന്റെ ഡ്രൈവറായി. ഇപ്പൊ ഇവർ രണ്ടുപേരുമാണ് ബോസിന്റെ ലെഫ്റ്റും റൈറ്റും. അപ്പോ ഇവന്മാരെ പൊക്കി പോരെ സാറേ? ഈ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അവന്മാർക്കും അറിയില്ല. പിന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കാന്നുള്ള ഡയലോഗ് പറയാനായിട്ട് നിങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തേണ്ട കാര്യം എനിക്കില്ലല്ലോ. അല്ല സാർ, ഇയാൾക്കെതിരെ ഇപ്പൊ എന്താ പരാതി? കൊടുത്ത കാശ് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ പണിക്കരുടെ അവസ്ഥയെ ഇവിടുത്തെ പല പ്രൊഡ്യൂസേഴ്സിനും. പലരുടെയും കാറും വീടും സ്ഥലവും ഒക്കെ ഇപ്പൊ ഇയാളുടെ കയ്യിലാണ്. പക്ഷെ ആരും ഇതുവരെ പരാതി ഒന്നും തന്നിട്ടില്ല. പ്രൊഡ്യൂസർമാരുടെ കൺകണ്ട ദൈവം ഇപ്പൊ കാലനാണ്. സാറേ, അപ്പൊ നമ്മൾ കാലനെ പൊക്കാനാണല്ലേ പോകുന്നത്? ഇതുപോലെ ഒരു 5-8 കിടക്കേണ്ട തറവാടായിരുന്നു എൻ്റെത്, അല്ലേ? ഇപ്പൊ ഒരു അംബാസിഡർ പോലും ഇല്ല. അല്ല, പഴയ പോലെ കവടി നടത്തിട്ടൊക്കെ ഇപ്പോഴും ഉണ്ടോ? നീ ആക്കിക്കോ, പക്ഷെ ഒരുപാട് കയറി അങ്ങ് ആക്കരുത്. അത് നിങ്ങൾ എന്തിനാ ചൂടാവുന്നത്? ഞാൻ സംശയം ചോദിച്ചല്ലേ. ഞങ്ങൾ കബഡി നിരത്തി പറഞ്ഞാൽ കറക്റ്റാ, ഒന്നും തെറ്റാറില്ല. അത് ശരിയാ, അതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്ന്. ഭയങ്കര നിരത്തലായി പോയി. അല്ല, 99% ശരിയാവേണ്ടതാ, പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രം തേഞ്ഞുപോയി. അമ്മളെ ഒന്ന് നിന്നേ. ഈ തട്ടമൊക്കെ ആയിട്ട് എന്നും അങ്ങോട്ടാ? വല്ല ചാത്ത സേവ ഉണ്ടോ? ചാത്തൻ സേവയോ?
അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നല്ലാതെ ചില സിനിമാക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അവന്മാർ അങ്ങനെയൊക്കെയല്ലേ പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് ചില രാത്രികളിൽ നിലവിളിയും കരച്ചിലും ഭയങ്കര ശബ്ദങ്ങളും കേൾക്കാറുണ്ട്. ഇവിടെ എന്തോ ചാത്തൻ സേവയുണ്ട്. ഈ ഭാഗത്ത് വന്നു പോരെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നാ നല്ല ആൽക്കഹോളിക് വെതറാണല്ലോ പണിക്കരെ. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ഒരു വല്ലാത്ത ശീതളിപ്പ് അല്ലേ? ഞാൻ പറഞ്ഞില്ലടോ, ഇല്ല 5 വർഷത്തേക്ക് ഞാൻ ഇനി പടം ചെയ്യുന്നില്ല. ഇവനെന്താ ഇവിടെ കാര്യം? കുര്യാക്കോസിന്റെ വെരിക്കോസ് വെയിനോ നായകനാണ്, പക്ഷെ ഞരമ്പ് രോഗിയാണോ? ഒരു മിനിറ്റ് പണിക്കർ സാറേ, നമസ്കാരം. ഇന്നലെ പൊക്കിക്കൊണ്ടുവന്ന ഡയറക്ടറെ ബോസ് വിട്ടാണല്ലോ, പിന്നെന്താ? അയ്യോ, അത് ആ പടം വേറെ, ഇത് വേറെ പടം. ഒരേ സമയം 10 പടം ചെയ്യാൻ ബാദുഷി. അതെ, കറുത്ത ബാദുഷ. അതെ, ഞാൻ ഈ വീടിന്റെ കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. തന്നോട് കഴിഞ്ഞവണോ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലേ ഈ വീട് ഷൂട്ടിങ്ങിന് കൊടുക്കില്ല. അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ബോസിനെ കാണാൻ പറ്റില്ലല്ലോ. ഈ പ്രാവശ്യം നേരിട്ട് വന്ന് കണ്ടാ ചിലപ്പോ കിട്ടിയാലോ. ബോസിന് നേർക്ക് നേരാ താല്പര്യം. ബോസേ, നേരിട്ട് വാങ്ങാൻ വേണ്ടി വന്നതാ. വരിക എന്താപ്പോ ഇത്രടം? ഡയറക്ടർക്ക് ഒരേ നിർബന്ധം ഇവിടെ തന്നെ വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന്. ബോസിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാ ഓനെ കൺട്രോളർ സജി എന്തോ കയ്യിലിരുന്ന് കൊടുത്ത കാശ് മുതലാക്കാൻ 2.5 കൊല്ല കേസ് നടത്തിയേ, ഒന്നും നടന്നില്ല. അതുകൊണ്ട് നമ്മളെന്താ ചെയ്തേ? താമസം നേരെ ഇങ്ങോട്ട് മാറ്റി. ഇനി ഇവിടത്തെ മംഗലശ്ശേരി നീലകണ്ഠനും അറക്കൽ മാധവനുണിയും ഒക്കെ നോം തന്നെയാ. ഇതിപ്പോ വെച്ചോണ്ടിരുന്നിട്ട് എന്ത് കാണിക്കാനാ? ബോംബ് വച്ചാലോ ഒന്ന് ആലോചിക്കുക. അതാവുമ്പോ കത്തുമ്പോ വാഴ വെട്ടുന്ന കലാപരിപാടിയൊക്കെ ആകാലോ. മോനെ സജി, എന്താ ബോസേ? നീ ഇവരെ വിളിച്ചിട്ട് വേഗം സ്കൂട്ടാകും. ആണോ? ആ കേറ്. ഇനി ഇവിടെ മുണ്ടക്കശേഖരന്റെ അവസ്ഥയോ? വേഗം കേറാ. നിന്നെ അന്വേഷിച്ചാണ് തോന്നുന്നു. മോഷണമല്ലോ നടത്തിയ? എവിടാ നിന്റെ മുതലാളി? എന്താ സാറേ കാര്യം? എന്റെ മുതലാളിക്ക് ഒരു വാറണ്ട് ഉണ്ട്. ബോസിനൊരു വാറന്റ് ഉണ്ടെന്ന്. എന്ത് ചെയ്യണം? നീ അത് മേടിച്ച് അടുക്കളപ്പുറത്തേക്ക് വെക്ക്. മുളകിട്ട് പറ്റിച്ചാ കിടക്കും. അതെടാ, സ്റ്റേഷൻ വരെ ഒന്ന് പോ. അവിടെ ചെന്നാ വറ്റിച്ച് തരാ നിനക്ക്. ഡാന്നൊക്കെ വിളിക്കാൻ നമ്മൾ ഏത് ക്ലാസ്സിലാണ് സാറേ ഒന്നിച്ചു പഠിച്ചത്? അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയടാ. അയ്യോ സാറേ, ഇത് എന്നാക്കെയാ സാറേ എഴുതി പിടിപ്പിച്ചിരിക്കുന്നേ? പേടിച്ചു പോയോ നീ? എന്നെ പേടിപ്പിക്കാൻ ഇതൊന്നും പോരെ സാറേ. കുറഞ്ഞത് ഈ SIA ബാറി വെച്ച് കൊങ്ങാക്കി പിടിച്ചതോ, സൂപ്പർ സ്റ്റാറിന്റെ കാർ അടിച്ചോണ്ട് പോകുന്നതോ, ഈ മംഗലശ്ശേരി അമ്മനെ കയ്യേറിയതോ, ഇപ്പതാ സാറിനെ ഇതുപോലെ മാനം കെടുത്തി വിടാൻ പോകുന്നതോ, അങ്ങനെ എന്തെങ്കിലും എന്റെ ചെറിയ ഗുണ്ടായുസം പോലും മെൻഷൻ ചെയ്യാതെ എന്ത് വാറണ്ട് സാറേ. ഞാനാണെങ്കിൽ SP റാങ്കിൽ കുറഞ്ഞ ഒരാളോട് സംസാരിച്ചിട്ട് തന്നെ കുറെ കാലമായി. അതുകൊണ്ട് സാർ ചെല്ല്, പോയച്ചു വരുമ്പോ എന്നെ പിടിക്കണമെങ്കിൽ എന്റെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കിക്കൊണ്ടുപോവാ. ഇതീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ നിൽക്കുന്ന ബാലകൃഷ്ണ പണിക്കരുടെ പേരിലുള്ളതാണ്. അതുകൊണ്ട് സാർ പോയിട്ട് പുതിയ എന്തെങ്കിലും ഒരു കിടതാപ്പ് ഉണ്ടാക്കിക്കൊണ്ടുപോവാ. കൊണ്ടുവരുമ്പോ ഒരു 100-150 കോടിയുടെ കേസെങ്കിലും വേണം. ഇല്ലെങ്കിൽ എനിക്ക് ക്ഷീണമാണ്. പിന്നെ ഈ കിടതാപ്പ് കൊണ്ടുവരുന്നവൻ ഇത്രയും സ്റ്റാറൊന്നും പോരാ, കുറെ കൂടെ സ്റ്റാർ വേണം. ഇതിൽ ഒപ്പിട്ടവനായാലും മതി. ഓ പോടെ പോടെ പോടെ. അല്ല, ബോസ് അവനോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് ബോസാണല്ലോ ഇറങ്ങി പോണത്. എടാ, ഞാൻ പറഞ്ഞ ഉടനെ ഇറങ്ങിപ്പോവാൻ അവരെന്റെ ശമ്പളക്കാരൊന്നും അല്ലല്ലോ. പതുക്കെ പൊക്കോളൂ. നീ ഇന്ന് വണ്ടി കഴുകില്ലടാ? എന്നും വണ്ടി കഴുകാൻ ഈ ഗണപതി ബംഗാളിയല്ല, മലയാളിയാ. മലയാളി പാചകം പഠിക്കാതെ വണ്ടി കഴുകടാ. എനിക്ക് പുറത്തു പോകാനുള്ളതാ. മലയാളിക്ക് എന്താ കൊമ്പുണ്ട്? ഞമ്മക്കൊരു പഞ്ച് ഡയലോഗ് അടിക്കാൻ പറ്റില്ല. പഞ്ച് ഡയലോഗ് മൊത്തം മൂപ്പർക്ക് തന്നെ അടിക്കണം. മിക്കവാറും ഡ്രൈവറായിട്ടും ബംഗാളി വെക്കുന്ന തോന്നുന്നു.